ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് പെൻഷൻ വിതരണം നടത്താൻ പോവുകയാണ്. സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണമാണ് ജൂൺ മാസം 20-ാം തീയതി നടത്താൻ പോകുന്നത്. എല്ലാ മാസവും പെൻഷൻ വിതരണം മാസ അവസാനമുള്ള ആഴ്ചയിലാണ് വിതരണം ചെയ്യാറെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ 20-ാം തീയതി തന്നെ വിതരണം നടത്തുകയാണ്. 20-ാം തീയതി യാതൊരു മുടക്കവുമില്ലാതെ ക്ഷേമ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുമെന്നാണ് KN ബാലഗോപാലൻ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്ത, ആധാർ പുതുക്കാനുള്ള തീയതി നീട്ടി. 2026 ജൂൺ മാസം വരെ ഇനി നമുക്ക് ആധാർ ഫ്രീ ആയി പുതുക്കാം. മുമ്പ് വന്നിരുന്ന അപ്ഡേഷനുകൾ പ്രകാരം പുതുക്കാനുള്ള തീയതി കഴിഞ്ഞതിന് ശേഷം ഇനി പുതുക്കണമെങ്കിൽ 50 രൂപ ഫീസ് നൽകണം എന്നാണ് അറിയിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. 2026 ജൂൺ മാസം വരെ നമുക്ക് യാതൊരു ഫീസും അടയ്ക്കാതെ തന്നെ ആധാർ കാർഡ് പുതുക്കാൻ സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആധാർ കാർഡിൽ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ഉപഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങളോ CSC സെന്ററുകളോ സന്ദർശിച്ചുകൊണ്ട് ആധാർ പുതുക്കാവുന്നതാണ്. അതുപോലെ തന്നെ UID ഭാഗത്തു നിന്ന് പുതിയ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ആധാർ കാർഡ് പൂർണ്ണമായി സ്മാർട്ടാക്കാൻ പോവുകയാണ്. നിലവിലിപ്പോൾ നമ്മൾ ആധാർ കാർഡ് എല്ലാ ഓഫീസുകളിലും കോപ്പി ആയിട്ടാണ് നൽകാറുള്ളത്. കോപ്പിയായി നമ്മൾ നൽകുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ആധാർ ഫുള്ളി ഡിജിറ്റലൈസ് ആക്കുന്നത്. ഇതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് സർക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഏത് ആവശ്യത്തിനു വേണ്ടിയാണോ നൽകുന്നത് ആ സൈറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിർമ്മിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആധാർ കാർഡിന്റെ മിസ്യൂസ് 90% നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അടുത്ത വാർത്ത, PM കിസാൻ സമ്മാൻ നിധി സർക്കാർ വർഷം 6000 രൂപ ജനങ്ങളിലേക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ്. 25 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ കേരളത്തിൽ PM കിസാൻ വാങ്ങുന്നുണ്ട്. നിലവിലിപ്പോൾ PM കിസാൻ പുതുക്കൽ പ്രക്രിയ നടന്നു വരികയാണ്. കൃഷിഭവൻ മുഖേനയാണ് പുതുക്കൽ പ്രക്രിയ നടന്നു വന്നിരുന്നത്. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയാണ് പുതുക്കൽ പ്രക്രിയ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിഭവനിൽ നേരിട്ട വൻ ക്യൂവിനെ തുടർന്ന് അതിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും CSC സെന്ററുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ഇതിന് നമുക്ക് ടാക്സ് റെസിപ്റ്റും അതുപോലെ തന്നെ ആധാർ കാർഡും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈലും കയ്യിൽ വേണം. കൃഷിഭവനിൽ OTP വരാനുള്ള കാലതാമസത്തെ തുടർന്നാണ് തിരക്ക് വർദ്ധിച്ചത്. ഇതിനെ തുടർന്നാണ് ഇത് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് അക്ഷയ കേന്ദ്രങ്ങൾക്കും CSC സെന്ററുകൾക്കും അതുപോലെ തന്നെ സ്വയമേയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൂർത്തിയാക്കിയവർക്ക് മാത്രമേ വരും ദിനങ്ങളിൽ PM കിസാന്റെ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കൂ എന്നാണ് അറിയിപ്പുകൾ പറയുന്നത്. അടുത്ത വാർത്ത, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അസുഖമാണ്, ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിടുന്നത് എന്നുള്ളത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായ വേരിഫിക്കേഷനു ശേഷം നിങ്ങൾക്ക് ഈ ആനുകൂല്യം അനുവദിച്ച് നൽകുന്നതാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ID-യും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഈ ID സൂക്ഷിച്ചു വെക്കാൻ മറക്കാതിരിക്കുക. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ID ആവശ്യമായി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ആനുകൂല്യം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ID ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വാർത്ത, ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. എല്ലാ വർഷവും 400 രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകിയിരുന്നത്. ഈ വർഷം അത് 900 രൂപയിലേക്ക് ഉയർത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ UID കാർഡും സ്കൂൾ ഹെഡ്മിസ്റ്ററിന്റെ കയ്യിൽ നിന്നുള്ള സാക്ഷ്യപ്പെടുത്തിയ ലെറ്ററോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശിശുവികസന വകുപ്പ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ശിശുവികസന ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പൂർണ്ണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് പരിശോധനയ്ക്ക് ശേഷം തീർച്ചയായും ആനുകൂല്യം അനുവദിച്ച് നൽകുന്നതാണ്. അടുത്ത വാർത്ത, പെൻഷൻ മസ്റ്ററിംഗ് തീയതി വന്നിട്ടുണ്ട്.
ജൂൺ മാസം 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 25-ാം തീയതി വരെയാണ് മാസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. യാതൊരു മുടക്കവും കൂടാതെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. 2 മാസത്തെ കാലയളവ് നൽകിയിട്ടുണ്ട്. 2 മാസത്തെ കാലയളവിനുള്ളിൽ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. 2024 ഡിസംബറിന് ശേഷം പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയവർ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടില്ല. 2024 ഡിസംബറിന് മുൻപായി പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയ എല്ലാവരും തീർച്ചയായും പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വീകരിക്കുന്ന പെൻഷൻ ഏതു മുറയിലുള്ള പെൻഷനാണോ അതാത് രേഖകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പെൻഷൻ മാസ്റ്ററിംഗ് തീർച്ചയായും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുന്നു. പുതിയ വാർത്തകളുമായി നാളെ കാണാം.